ബിഗ് ബോസിൽ ഇന്നലെ നല്ല ഫണ്ണായിട്ടുള്ള എപ്പിസോഡായിരുന്നു. ആദ്യം തന്നെ അനീഷ് അനുമോളോട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു, എന്തിനാ ഇങ്ങനെ മിണ്ടാതിരിക്കണേ, നൂറായിട്ട് പോയി മിണ്ടിക്കൂടെ, സോർട്ട് ചെയ്തുകൂടെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കിച്ചണിലും ഇങ്ങനെ നൂറയോട് പറഞ്ഞ് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് ഇരിക്കാമല്ലോ നമുക്ക് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. പക്ഷെ അത് കഴിഞ്ഞ് അനുമോളും നൂറേയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങിയപ്പോൾ അനീഷ് തന്നെ പറഞ്ഞു, അയ്യോ വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞത് അബദ്ധമായി, നിങ്ങൾ രണ്ടാളും മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇന്നലെ നമ്മുടെ മണി ബാങ്കിൻ്റെ ലാസ്റ്റ് ടാസ്ക് ആയിരുന്നു എന്ന് തോന്നുന്നു. 3 ആൾക്കാർ, അതായത് അനുമോൾ, ആദില, അക്ബർ 1 മിനിറ്റിനകം വെളിയിൽ പോയിട്ട് കാശ് എടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ പുറത്താകും എന്ന് പറഞ്ഞൊരു ടാസ്ക് ആയിരുന്നു. അത് ഭയങ്കര എന്താ പറയുക, കട്ട് ടൈം ആയിരുന്നു. വരുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് ഏതായാലും സംഭവം അവർ കലക്കി. ഏറ്റവും കൂടുതൽ കാശ് കിട്ടിയത് 1 ലക്ഷത്തി എത്രയോ കിട്ടിയത് അനുമോൾക്കാണ്. ആദിലയ്ക്ക് 20,000 കിട്ടി. അപ്പോൾ ഏതായാലും തിരിച്ചു വന്നു. അവർ ആക്ച്വലി ആ ഗട്ട്സ് എടുത്തു. അതിൽ പിന്നെ നേരത്തെ പക്ഷെ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് പക്ക കിട്ടുന്നെങ്കിലറിയാം. ഇതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് തപ്പേണ്ട ഒരു ടാസ്ക് ഒരു പ്രത്യേകതരം ട്വിസ്റ്റായിരുന്നു. അപ്പോൾ ഏതായാലും എല്ലാവരും സമയത്തിന് തന്നെ തിരിച്ചെത്തി. ആ നൂറൊക്കെ പറഞ്ഞിട്ടൊന്നും കാശ് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നീ തിരിച്ച് വാ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇന്നലെ ഷാനവാസ് നല്ല അടിപൊളി മൂഡിലായിരുന്നു. ഫുൾ ഫണ്ണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ കളിയാക്കി, അനീഷിനെ കളിയാക്കി. അനീഷിൻ്റെ കാര്യം പറയുമ്പോഴാണ് ബിഗ് ബോസ് രാവിലെ എണീറ്റ് പാട്ട് വെച്ച് ഒരൊറ്റ ഓട്ടമായിരിക്കുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് അനീഷിൻ്റെ ഈ വർത്തമാനവും സുപ്രഭാതം കേൾക്കാൻ വയ്യാത്ത കാരണം എന്നൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ചു. അതൊക്കെ കേട്ട് അനീഷ് നല്ലപോലെ ആസ്വദിക്കുകയായിരുന്നു. അനീഷും ഇങ്ങനെ പൊട്ടിച്ചിരിച്ചൊക്കെ കാണുന്ന ഭയങ്കര റെയറായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ അനീഷും അത് ഭയങ്കര എൻജോയ് ചെയ്യുമായിരുന്നു. പിന്നെ ഷാനവാസ് അവിടെ പിന്നെ ഓരോരുത്തരെ പറ്റി അവിടെ അനുമോൾ കിടക്കണ ഒരു അവസ്ഥ നോക്ക്, നെവിൻ അവിടെ മേക്കപ്പ് സാധനമൊക്കെ ഇട്ടിട്ട് കാശ് എണ്ണണു, കാരണം അവന് പങ്കെടുക്കാൻ പറ്റാത്ത സങ്കടമൊക്കെ പോലെ അവൻ ഇരിക്കണു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ ഇങ്ങനെ കളിയാക്കി. നല്ല രസമായിരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ബലൂൺ ടാസ്ക് വന്ന്, അത് നല്ല മനോഹരമായൊരു ടാസ്ക് ആയിരുന്നു. കാരണം എല്ലാവരും വെറുതെ വീട്ടിൽ കുത്തിരിക്കല്ലേ, അവർക്കൊരു ബോറടി മാറ്റാൻ അവർക്കൊരു ഫൺ ടാസ്ക്, ഡെയിലി ടാസ്ക് ആയിട്ട് അത് കൊടുത്തു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അവരവരുടെ ബലൂൺ സൂക്ഷിക്കുക, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റവരുടെ ബലൂൺ പൊട്ടിക്കുകയും ചെയ്യുക, അങ്ങനെയായിരുന്നു. അപ്പോൾ ഏതായാലും ലാസ്റ്റ് വരെ അക്ബറും നമ്മുടെ അനീഷും ഷാനവാസൊക്കെ എത്തി. ഇപ്പോൾ ലാസ്റ്റിൽ ഷാനവാസാണ് ജയിച്ചത്. നെവിൻ ഇതിൻ്റെ ഇടയ്ക്ക് നെവിൻ്റെ അലർച്ച പിന്നെയും വന്നു. കുറച്ചൊന്ന് ആക്റ്റീവായി വരണുണ്ട് നെവിൻ. ഒളിപ്പിക്കാനൊക്കെ നോക്കി, പക്ഷേ ലാസ്റ്റിൽ നെവിൻ തന്നെത്താൻ ബലൂൺ പൊട്ടിച്ച് ആത്മഹത്യ ചെയ്തു.